ഇപ്പോൾ ഏറ്റവും അടുത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനം ഭോപ്പാലിൽ ഉള്ള പേര് അസ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ. ഇയാൾ ഫോണിൽ കൂടെ ഇതുപോലെ തലാഖ് ചൊല്ലിക്കളഞ്ഞു ഭാര്യയെ. റിമാൻഡാ. അവർ ഭോപ്പാലിൽ പോലീസ് പിടിച്ചകത്തിട്ടു. പോലീസ് പിടിച്ചകത്തിട്ടു. അത് എന്തിനാണെന്നറിയാമോ? പിന്നെ ഭാര്യ പെൺകുഞ്ഞിന് ജന്മം നൽകി. അപ്പോൾ ഭാര്യയുടെ തെറ്റാണോ? അതിപ്പോൾ ഭാര്യയ്ക്ക് അറിയാമോ ജനിക്കാൻ പോകുന്ന പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ എന്നുള്ളത്? അതെങ്ങനെയാ പറയാൻ പറ്റുമോ? ഇന്ത്യയുടെ നിയമപ്രകാരം കുഞ്ഞിന്റെ ലിംഗനിർണയം നടത്താൻ പാടില്ല. ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നടത്താൻ പാടില്ല എന്ന് ഇന്ത്യൻ ലോ പറയുന്നുണ്ട്. ഇന്ത്യൻ ലോ അവർക്ക് ബാധകമല്ലല്ലോ. അവർക്ക് ബാധകമല്ലാത്തിരി ഇന്ത്യയിൽ നിൽക്കുമ്പോൾ അവരുടെ ഇതൊക്കെ ബാധകമാണെന്നുള്ള ചിന്ത വേണം, അല്ലെങ്കിൽ പിടിച്ചകത്തിടും. അയാൾ ചെയ്ത പരിപാടി പിന്നെ ഭാര്യയോട് പറഞ്ഞു, ഫോണിൽ വിളിച്ചിട്ട്, അതായത് പെൺകുഞ്ഞിനെ ജന്മം നൽകി എന്ന് ഭാര്യയുടെ ബന്ധുക്കൾ വിളിച്ച്, ഭാര്യ പ്രസവിച്ചെന്നും ഒരു പെൺകുഞ്ഞാണ് ജനിച്ചതെന്നും വിളിച്ചു പറഞ്ഞു. ഭാര്യയാണെങ്കിൽ ചെറിയ ആളുമല്ല, അധ്യാപികയാണ്, സർക്കാർ അധ്യാപികയായിരുന്നു. അപ്പം ഭാര്യ പ്രസവിച്ചെന്ന് വിളിച്ച് അറിയിച്ചു. എന്ത് കുഞ്ഞാന്ന് ചോദിച്ചു. എന്ത് കുഞ്ഞാന്ന് ചോദിച്ചപ്പോൾ പെൺകുഞ്ഞാന്ന് പറഞ്ഞു. ശരി, ഭാര്യയുടെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. കിടക്കുന്ന തലാഖ് മൊഴിയൊല്ലി കളഞ്ഞു.